എല്ലാവർക്കും നമസ്കാരം. ഇപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സാധാരണ ദിവസം കണ്ടാലോ? ഞാൻ കാണിക്കാൻ ഇന്ന് പോകുന്നത് വലിയ വിശേഷങ്ങളൊന്നുമില്ലെങ്കിലും തിരക്ക് പിടിച്ച ഒരു സാധാരണ ദിവസം തന്നെയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് പിന്നെ നേരെ റൂമിലേക്ക് പോയി. എനിക്ക് റൂമൊന്നും വൃത്തിയാക്കിയില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടത്തില്ല. കാരണം ഞാൻ എണീറ്റ് എന്ത് പണിക്ക് പോയാലും 2 മിനിറ്റ് കഴിഞ്ഞ് വേഗം വരും. ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് അതിൻ്റെ കവറൊക്കെ ഒന്ന് കറക്റ്റാക്കി അതേ സ്ഥലത്തൊക്കെ വെച്ച് റൂമൊന്ന് സെറ്റാക്കി. പിന്നെ ഒരു ദിവസം തുടങ്ങുമ്പോൾ വീട് വൃത്തിയായിരിക്കുന്നതാണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പം അതുകൊണ്ട് ആ പണി ആദ്യം അങ്ങ് ചെയ്ത് തീർത്തു. പിന്നെ അത് കഴിഞ്ഞിട്ടെന്താ, ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും പിള്ളേർ എഴുന്നേറ്റു. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി. ആ സമയത്ത് അമ്മ അടുക്കളയിൽ പുട്ടുണ്ടാക്കാനായിട്ട് കയറി. രാവിലെ നല്ല ചൂട് പുട്ട് കടലക്കറിയുമാണ് രാവിലെ കാപ്പിക്ക് കഴിക്കാനായിട്ട്. അത് ഉണ്ടെങ്കിൽ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട. കുറേ നാളായി പുട്ടും കടലക്കറിയൊക്കെ കഴിച്ചിട്ടൊന്നും. ദോശ, ഇഡലി, ചപ്പാത്തി ഇതൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഇന്ന് പുട്ടും കടലക്കറിയാക്കി. അമ്മ അടുക്കളയിൽ ബിസി ആയപ്പോഴത്തേന് ഞാൻ വേഗം പോയി കുളിച്ച് റെഡിയായി. അത് കഴിഞ്ഞ് മോളെയും കുളിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കി അവൾക്ക് ഫുഡും കൊടുക്കലാണ് അടുത്ത എൻ്റെ മെയിൻ ടാസ്ക്. ചിന്നുമോൾക്കാണെങ്കിൽ കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഓരോന്നും പറഞ്ഞ് കഴിപ്പിക്കണമെങ്കിൽ വലിയ പാടാണ്. ഒരു വാ കൊടുക്കണമെങ്കിൽ വാ തുറക്കാനും വലിയ താമസം. അത് കാരണം കൂടിയിരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വേണം കൊടുക്കാൻ. എപ്പോഴും അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കണം. അപ്പം എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്ന പോലെ തന്നെ അവൾക്കും അതുപോലെ തന്നെ ഇരിക്കണം. അത് കാരണം ഇച്ചിരി നിർബന്ധമായിരുന്നു. അങ്ങനെ അവൾക്ക് ചെറിയ പ്ലേറ്റ് ഞാൻ ഇച്ചിരി പുട്ടിട്ട് കൊടുത്ത് 2-3 കടലയും അങ്ങനെ അവൾക്കും കൊടുത്ത് ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീർത്തു. പിന്നെ രാവിലത്തെ കാപ്പി കൂടി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ പാത്രം കഴുകലും അത് കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള അരി അടുപ്പത്തിട്ടു. അങ്ങനെ ഇന്നത്തെ എൻ്റെ രാവിലത്തെ തിരക്കുകൾ ഏകദേശം കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.